ഹായ് ഓൾ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു സിനിമ കണ്ടു, ഒരു ജാതി ജാതകം, റിട്ടൺ ബൈ രാകേഷ് മാന്തോടി ആൻഡ് ഡയറക്റ്റഡ് ബൈ പി മോഹനൻ. വിനീത് ശ്രീനിവാസൻ ലീഡ് ക്യാരക്ടറിൽ വരുന്ന സിനിമയാണ് ഒരു ജാതി ജാതകം. അപ്പോൾ രാകേഷ് മാന്തോടി എന്ന് പറയുന്ന റൈറ്റർ ഗോദ എന്ന് പറയുന്ന സിനിമയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഗോദ സിനിമ എഴുതിയ ആളാണ്. ആൻഡ് പി മോഹനൻ എന്ന് പറയുന്ന ആൾ മാണിക്യക്കല്ല്, അതേപോലെ കഥ പറയുമ്പോൾ ആൻഡ് റീസെൻ്റ്ലി അരവിന്ദൻ്റെ അതിഥികൾ, വിനീത് ശ്രീനിവാസൻ എന്ന നായകനായ അരവിന്ദൻ്റെ അതിഥികൾ പോലത്തെ സിനിമ ഡയറക്റ്റ് ചെയ്ത ഒരു എക്സ്പീരിയൻസ്ഡ് ഡയറക്ടറാണ്. ഇവർ രണ്ടുപേരും പ്ലസ് വിനീത് ശ്രീനിവാസൻ കോംബോയാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ പറഞ്ഞ രാകേഷ് മാന്തോടി ആയിക്കോട്ടെ അല്ലെങ്കിൽ പി മോഹൻ്റെ, ഞാൻ ഈ പറഞ്ഞ സിനിമകളിലേക്ക് ഒരു കൺവെൻഷണൽ ഫിലിം മേക്കിംഗ് ആണ് അവരുടെ. കൺവെൻഷണൽ സ്റ്റോറി, കൺവെൻഷണൽ മേക്കിംഗ്, ഈ സ്റ്റൈലിൽ നിന്നൊക്കെ ആ ഒരു അതിർത്തി ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് ഫുൾ ഫ്രീഡം എടുത്ത് അടിച്ചു പൊളിച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സിനിമയാണ് ഇത്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അങ്ങനെയാണ്. പക്ഷേ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. അതായത് സ്റ്റീരിയോ ടൈപ്പിക് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ LGBTQ കമ്മ്യൂണിറ്റി പോലെ പുരോഗമനവാദികൾ, അങ്ങനത്തെ ആൾക്കാർ തീർച്ചയായിട്ടും, ഈ പ്രോഗ്രസീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ ശ്രമിക്കേണ്ട. കാരണം അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. കാരണം ഈ പറഞ്ഞ കണ്ടീഷൻസൊക്കെ സർക്കാസ്റ്റിക്കായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു, എന്താ പറയുക, മലങ്കൾട്ട്, എന്നാൽ മലങ്കൾട്ടാണെങ്കിൽ പോലും ആ മലങ്കൾട്ട് ചളി കോമഡികൾ വർക്കൗട്ട് ആവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സിനിമയാണിത്. അതായത് ഒരിക്കലും ഒരു മോശ സിനിമയല്ല. ഞാൻ ഒരുപാട് ചിരിച്ചു, ഒരുപാട് കോമഡീസും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ പൊളിറ്റിക്കലി കറക്റ്റീവായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ പ്രോഗ്രസീവ് തിങ്കിങ് ഉള്ള, ഇപ്പോഴും പഴയ ജാതി വ്യവസ്ഥയിലോ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജാതകം അങ്ങനത്തെ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന, എന്നാൽ പുതിയ പുരോഗമനവാദികളായി ഇപ്പോൾ ഈ LGBTQ കമ്മ്യൂണിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എൻഗേജ് ആയിട്ട് അതിനെ കൂടുതലായിട്ട് വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സിനിമ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. കാരണം അതിൽ പല രീതിയിലും അവരെ കളിയാക്കുന്നുണ്ട്. എന്നാൽ ടുവേർഡ്സ് ദി എൻഡ് ഇതൊക്കെ അക്സെപ്റ്റബിൾ ആണ്, സൊസൈറ്റി ഹാസ് ടു മൂവ് ഓൺ എന്നുള്ള രീതിയിലെ സിനിമ അവസാനിപ്പിക്കുന്നതെങ്കിലും പല കോമഡീസും ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനത്തതിൽ ട്രിഗർ ആവുന്ന ആൾക്കാർ ഈ സിനിമ കാണണമെന്നില്ല. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അല്ലാതെ എന്നെ പോലുള്ള ആൾക്കാർ, ഞാൻ എന്താണെന്ന് വെച്ചാൽ സിനിമ ഒരു ആർട്ട് ഫോമായിട്ട് കാണുന്നു, സിനിമ എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് കാണുന്നു. അപ്പോൾ കോമഡി ഉള്ളൊരു സിനിമ പോയിരുന്ന് കുറച്ച് 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ ചിരിച്ച് നമുക്ക് വേറൊരു വേൾഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്ന് വിശ്വസിച്ച് സിനിമ ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ഇറ്റ്, യു ക്യാൻ ഗോ വാച്ച് ദിസ് മൂവി. നിങ്ങൾക്ക് ഒരുപാട് കോമഡീസ് ഉണ്ട്. ഇന്ന് തിയേറ്ററിൽ ഹൗസ്ഫുൾ അല്ലായിരുന്നു, പക്ഷേ എന്തെങ്കിലും ഏകദേശം ഫുള്ളായിരുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും ഓരോരോ ഇൻസ്റ്റൻസിലും നല്ല രീതിയിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഞാൻ എൻജോയ് ചെയ്ത കോമഡിയെക്കാളും കൂടെ ഇരിക്കുന്ന പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും കോമഡീസ് എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടു. സോ ഒരുപാട് കോമഡീസ് ഉള്ള ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി, ഒരു സ്പൂഫ് എൻ്റർടൈനറാണ് ഈ സിനിമ. അങ്ങനത്തെ സിനിമകൾ മലയാളത്തിൽ വരുന്നില്ല, കുറച്ച് നാളായി. വരുന്നുണ്ടെങ്കിൽ തന്നെ അത് അവർ നല്ല ഉദ്ദേശത്തോടെ ഇറങ്ങി പിന്നീട് വിമർശിക്കപ്പെടുന്നതായിരിക്കാം. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോട് ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്ത് ഒരു ഫുൾ ഫൺ എൻ്റർടൈനറായിട്ട് ഇറക്കിയ സിനിമ ആയതുകൊണ്ട് അത് ആ രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഈ സിനിമ ഇപ്പോൾ നമ്മളൊരു രഥമായിട്ട് അല്ലെങ്കിൽ ഒരു വണ്ടിയായിട്ട് നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ഈ വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത് വിനീത് ശ്രീനിവാസനാണ്. എക്സലൻറ്റ് പെർഫോമൻസ്. അതായത് വിനീത് ശ്രീനിവാസന് മറ്റേ സ്പീഡ് സിനിമയ്ക്കകത്ത് നമ്മുടെ ദിലീപിൻ്റെ സ്പീഡ് സിനിമയുണ്ട്. അതിൻ്റെ അകത്ത് ക്ലൈമാക്സിൽ ദിലീപ് ലാസ്റ്റ് ലാപ്പ് ഓടുന്ന ഒരു സ്പീഡുണ്ട്. അതായത് ആ ലാസ്റ്റ് റിലേ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്പീഡുണ്ട്. അതേപോലെ ഒരു എനർജി ഡ്രിങ്ക് വല്ലതും കൊടുത്തിട്ട് വിനീത് ശ്രീനിവാസൻ ഓടി പെർഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് ഫുൾ എനർജിയിൽ ഡെലിവർ ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. വളരെ നന്നായിട്ടുണ്ട്. കണ്ണൂർ സ്ലാങ്ങിലുള്ള ഒരു ചിത്രീകരണമാണ്. ഒരു ജാതി ജാതകം, അതായത് ഇങ്ങനൊരു ജാതകം ആർക്കും ഉണ്ടാവല്ലേ എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജാതകം. അറ്റ് ദ സെയിം ടൈം ജാതി കമ്മ്യൂണിറ്റികൾ ഇടയ്ക്കകത്തുള്ള ഒരുപാട് വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കാരണം പെട്ടുപോയൊരു യുവാവിൻ്റെ കഥ. അപ്പോൾ ഒരു കുലപുരുഷനാണ് നമ്മുടെ നായകൻ, ഈ പറയുന്ന വിനീത്. വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം തികഞ്ഞ ഒരു പെണ്ണിനെ, അല്ലെങ്കിൽ തൻ്റെ സങ്കല്പത്തിലുള്ള എല്ലാം തികഞ്ഞ ഒരു പെണ്ണിന് വേണ്ടി നിന്ന് പുര നിറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലും പിന്നീട് അവസാനം ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യുന്ന രീതിയിലാണ് സിനിമ പോകുന്നത്. അപ്പോൾ മെയിൽ ഷുവനിസ്റ്റ് ചിന്താഗതികൾ അല്ലെങ്കിൽ മെയിൽ ഡോമിനൻ്റ് ചിന്താഗതികളൊക്കെ ഒരുപാട് രീതിയിൽ സർക്കാസ്റ്റിക്കലി കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള കുറേ സാധനങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനെ വിമർശിക്കുന്ന രീതിയിലുള്ള കോമഡീസും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യുന്നതും ഇതിൽ കാണിക്കുന്നുണ്ട്. രണ്ടും ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ സിനിമ ഒരുപാട് കോൺട്രവേഴ്സ്യൽ ഡിബേറ്റ്സിന് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. സോ
സ്വാഭാവികമായിട്ടും. അങ്ങനത്തെയാണ് ഇതിലെ ഡയലോഗ്സും പല കാര്യങ്ങളും ചെയ്തു വെച്ചേക്കുന്നത്. ആൻഡ് പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഒബിയസ്ലി വിനീത് ഡ്രൈവ് ചെയ്യുന്നൊരു സിനിമയാണ്. എന്നാലും ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട പെർഫോമൻസ് ചെയ്ത ആൾക്കാരുണ്ട്. ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ പി കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ പി കുഞ്ഞികൃഷ്ണൻ. പുള്ളിയെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറയുകയാണെങ്കിൽ നാത്താൻ കേസ് കോഡ് എന്ന് പറയുന്ന സിനിമ, നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ ആ സിനിമയിലെ ജഡ്ജിയായിട്ട് അഭിനയിച്ച പുള്ളി ഒരു മലബാർ സ്ലാങ്ങിൽ വളരെ നല്ല രീതിയിൽ റോൾസൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പുള്ളിയാണ്. ഇതിൻ്റെ അകത്ത് വളരെ നല്ല രീതിയിൽ വിനീത് ശ്രീനിവാസൻ്റെ അച്ഛനായിട്ടാണ് പുള്ളി. സെക്കൻഡ് ഹാഫിലൊക്കെ പുള്ളി എന്താ പറയുക, നമ്മുടെ ആറട്ടണൻ്റെ ഭാഷ പറയുക ആറാടുകയാണ്. അങ്ങനെ കോമഡീസ് ഡെലിവർ ചെയ്യുന്നുണ്ട്. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു പുള്ളി കാഴ്ചവെച്ചത്. പിന്നെ ബാബു ആൻ്റണി, പുള്ളിയുടെ ഗസ്റ്റേഴ്സ്, പുള്ളിയുടെ ഓരോ സീൻ ബൈ സീനിൽ പുള്ളി വരുന്നതും പിന്നെ ഇടയ്ക്ക് പുള്ളിയുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതില്ലാതെ സിനിമകളില്ലാത്തതുകൊണ്ട് നമുക്കത് ഇവിടെ നോക്കണ്ട. പക്ഷെ അല്ലാതെ പുള്ളി നല്ല രീതിയിൽ ബോഡി ലാംഗ്വേജ് ഒക്കെ ആയാലും വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നിഖില വിമൽ ജസ്റ്റ് വന്നു പോകുന്നു, ഒരു അധികം സ്ക്രീൻ പ്രസൻസ് ഇല്ല. ബട്ട് വന്ന സമയത്ത് ഇറ്റ് വാസ് ഓക്കെ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് മൃദുൽ വാര്യർ, പുള്ളി എൻ്റെ വിനീതിൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിക്കുന്ന നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ബാക്കി ആൾക്കാരുടെ പേരറിയില്ല എടുത്ത് പറയാം, പക്ഷേ ഇഷ തൽവാറൊക്കെ ഒരു ക്യാമിയോ പോലെ വന്നു പോകുന്നുണ്ട്. ആൻഡ് സയോണോറ നമ്മുടെ സിംഗർ, പുള്ളിക്കാരി ഒരു ഫോണിൽ കൂടിയുള്ളൊരു സീനാണ്, അതായത് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻസ് ഒന്നും ഇല്ലെങ്കിലും അത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു പക്ക എന്താ പറയുക, ഒരു സ്പൂഫ് രീതിയിൽ ഒരു സിമ്പിൾ കോമഡി ടൈപ്പിലാണെങ്കിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന സിനിമയാണ്. എന്നാൽ ചില കോമഡീസ് ഒന്നും എനിക്ക് പേഴ്സണലി വർക്കായില്ല, പക്ഷേ തിയേറ്ററിൽ ഒരുപാട് ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു. സോ അത് കൂടുതലും ഫാമിലി ആയിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമയ്ക്ക് ഓഡിയൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. അപ്പം നല്ല ഇങ്ങനത്തെ സിനിമകൾ ഇപ്പം വരികയാണെങ്കിൽ ഫാമിലീസിന് വീക്കെൻഡിലൊക്കെ പോയി കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആൻഡ് ഇത് ഒരു പരിധി വരെ ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പം LGBT കമ്മ്യൂണിറ്റിയൊക്കെ നല്ല രീതിയിൽ കളിയാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പം ഗേ എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ കുണ്ടൻ എന്നൊക്കെ പറഞ്ഞ പദങ്ങളൊക്കെ ഉപയോഗിച്ച് കുറേ ഇത് കോമഡീസ് വർക്കുണ്ട്. എന്നാൽ ഇപ്പോൾ കുണ്ടനായാൽ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ കോമഡീസ് വരുന്നത് ഇങ്ങനത്തെ ഉള്ളതിനെ കളിയാക്കിക്കൊണ്ടുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പം ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്ക് അത് ചിലപ്പം പ്രശ്നമായിരിക്കാം. പക്ഷേ ഒരു സിനിമ ആസ് ആൻ എൻ്റർടൈനർ അല്ലെങ്കിൽ സിനിമ ആസ് എ എൻ്റർടൈനിങ് മീഡിയം അല്ലെങ്കിൽ ഒരു എന്താ പറയുക കല എന്നുള്ള രീതി നോക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല, നമുക്ക് വർക്കൗട്ടായി പോകും. അതിൻ്റെ കാരണം സിനിമയുടെ തീം അല്ലെങ്കിൽ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഒരുപാട് മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള ചിന്താഗതി, അങ്ങനത്തെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഇപ്പം വിനീതിൻ്റെ ഫ്രണ്ടായിട്ട് വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ അങ്ങനത്തെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ മെയിൽ ഡോമിനൻ്റ് ആയിരിക്കണം എന്നൊക്കെ ഉള്ള പഴയ ഇതൊക്കെ എടുത്തിടുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം പിന്നീട് അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ നായകൻ പോകുന്ന രീതിയിൽ സിനിമ എൻഡ് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഇറ്റ് വാസ് എ കോമഡി എൻ്റർടൈനർ സിനിമ. ആ രീതിയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല, അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഡയലോഗിനിടയ്ക്ക് മ്യൂസിക് നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം മ്യൂസിക്കും കൂടെ ഒക്കെ ആകുമ്പോൾ നല്ല ചിരിച്ച് ഇങ്ങനെ ഇരിക്കാം, നമുക്കിങ്ങനെ ജസ്റ്റ് എൻജോയ് ചെയ്തിട്ട് 2 മണിക്കൂർ കഷ്ടിച്ച സിനിമയുള്ളൂ. ആൻഡ് ആ 1 മണിക്കൂർ നമുക്കൊരു നല്ല രീതിയിൽ സിനിമ പോയിട്ടുണ്ട്. അപ്പം ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി, പക്ഷേ ഈ പറഞ്ഞ കണക്ക് പ്രോഗ്രസീവ് തിങ്കിങ് ഒന്നും ഇല്ല, എനിക്ക് സിനിമയാണ് ജസ്റ്റ് കണ്ടാൽ അത് എൻജോയ് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോവാം. അല്ലാത്തവർക്ക് അത് നിരാശയായിരിക്കും. അപ്പം സെലക്റ്റീവായിട്ട് ഡിസൈഡ് ചെയ്യുക പോകണോ വേണ്ടേ എന്നുള്ളത്. ഇപ്പോൾ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അതും നല്ല സിനിമയാണ്. അത് കുറച്ചും കൂടി എനിക്ക് പൊന്മാനാണ് ഇതിനേക്കാളും കുറച്ചും കൂടി വർക്കായത്. പക്ഷേ ഇതും മോശമല്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് പേഴ്സണലി ഞാൻ പൈസ കൊടുത്ത് എൻ്റെ സമയം ഇൻവെസ്റ്റ് ചെയ്തതിൽ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ കൂടെ വന്ന ഫ്രണ്ടും ഹാപ്പി ആയിരുന്നു. സോ ഐ തിങ്ക് ആ ഒരു നമ്മുടെ ഒരു തിങ്കിങ് ഉള്ള ആൾക്കാർക്ക് സിനിമ വർക്കാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.